കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് പറയാൻ പോകുന്നത് നാലമ്പല ദർശനത്തിൻ്റെ. ഇപ്പോൾ കർക്കടകം വരെയാണ്, അതായത് രാമായണ മാസം വരെയാണ്. അപ്പോൾ നാലമ്പല ദർശനത്തിന് ഏറ്റവും പ്രസക്തമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. നാലമ്പല ദർശനം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ശ്രീരാമനെ കണ്ട് വന്ദിച്ച് ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെയൊക്കെ കണ്ട് വന്ദിച്ചാൽ ഉച്ചയുടെ മുൻപ് ഇതെല്ലാം തീർത്താൽ വളരെ അത്യുത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഓരോ ക്ഷേത്രങ്ങളെ പറ്റിയിട്ടും പറയാം. ആദ്യം തന്നെ നമ്മുടെ തൃപ്രയാറുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ പറ്റിയിട്ടാണ്. ശരിക്കും മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ, അതായത് ഗരദൂഷണ തൃശിരാക്കളുടെ അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷം ഉഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും ഭഗവാന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, അതായത് ഇരുവശത്തുമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവരിവിടെ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ തൃപ്രയാർ എന്ന സ്ഥലത്താണ് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ, ഈ നദി കാനോലി കനാലിൻ്റെ ഭാഗമാണ്, കരയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യം, തിരുമൂഴിക്കുളം, ലക്ഷ്മണ പെരുന്നാൾ, പിന്നെ പായമ്മൽ ശത്രുഘ്നസ്വാമി, അങ്ങനെയാണ്. അപ്പോൾ കർക്കിടത്തിൽ ഉച്ചയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ വിഗ്രഹം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്, വിശ്വസിച്ച് പോരുന്നുണ്ട്. ഉപദേവതകളായിട്ട് ഗണപതിയുണ്ട്, ദക്ഷിണാമൂർത്തിയുണ്ട്, പിന്നെ ഗോശാലാകൃഷ്ണ സങ്കല്പത്തിൽ ധർമ്മശാസ്താവുണ്ട്, ഹനുമാനുണ്ട്, വിഷ്ണു മായയുണ്ട്. വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഏറ്റവും വളരെ വിശേഷമാണ്. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവരാണ്. തൃപ്രയാറപ്പർ ആണ് എന്ന് ആണ് പറയപ്പെടുന്നത്. വാമനാവതാര വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തെത്തി. ബ്രഹ്മാവ് പരിഭ്രമിച്ച് തൻ്റെ കമണ്ഡലുവിലുള്ള തീർത്ഥമെടുത്ത് ഭഗവത് പാദത്തിൽ അഭിഷേകം ചെയ്തു. ആ തീർത്ഥജലം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറെ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം. ആ തീർത്ഥജലമാണത്രേ തൃപ്രയാർ ആയത്. തിരുപാദം കഴുകിയത് 6ആയി, തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി, അത് ശോഷിച്ചപ്പോൾ തൃപ്രയാറായി എന്ന് മാത്രം. അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ച് ഭഗവാന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ തീരെ നിവൃത്തിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട 6 എന്ന അർത്ഥത്തിൽ തിരുപുറൈ 6 എന്ന് വിശേഷിപ്പിക്കുകയും പിന്നീട് ഇത് തൃപ്രയാറായി മാറുകയും ചെയ്തു എന്നാണ്. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് പുറയൻ എന്ന ദ്രാവിഡ ദേവനുമായി ബന്ധപ്പെടുത്തി തിരുപ്പുറയാർ എന്ന സ്ഥലം അറിയപ്പെടുകയും അത് പിന്നീട് ലോപിച്ച് തൃപ്രയാറാകുകയും ചെയ്തു എന്നാണ്. ഈ ക്ഷേത്രത്തിലെയും മറ്റ് നാലമ്പലങ്ങളിലെ മറ്റു 3ഇടത്തിലെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത്. 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വാരകാപുരിയിൽ 4ഇടത്തും ദശരഥപുത്രന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതിരുന്നു. കിഴക്കേ അറ്റത്തെ രൈവതക പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമനെയും വടക്കേ അറ്റത്തെ വേണുമന്ത പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ഭരതനെയും പടിഞ്ഞാറ് അറ്റത്തെ സുഗക്ഷ പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും തെക്കേ അറ്റത്തെ ലതാവേഷ്ട പർവ്വതത്തിലുള്ള ക്ഷേത്രത്തിൽ ശത്രുഘ്നെയും പ്രതിഷ്ഠിച്ചു. കൂടാതെ ദ്വാരകാപുരിയുടെ ഒത്ത നടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർവികന്മാർ 3 ജന്മങ്ങളിൽ പൂജിച്ചിരുന്ന അതിദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹമായിരുന്നു.
ദിവസവും രാവിലെ പത്നിമാരായ രുക്മിണി ദേവിക്കും സത്യഭാമാദേവിക്കുമൊപ്പം ഭഗവാൻ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വന്നു. ദ്വാപരയുഗാന്തത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിനെ തുടർന്ന് ദ്വാരക കടലിലടിച്ചു പോയപ്പോൾ ആ മഹാപ്രളയത്തിൽ അവശേഷിച്ചത് ഭഗവത് പൂജ ഏറ്റുവാങ്ങിയ 5 ദിവ്യ വിഗ്രഹങ്ങൾ മാത്രമാണ്. അവയിലെ മഹാവിഷ്ണു വിഗ്രഹമാണ് നമ്മൾ ഗുരുവായൂർ, അതായത് ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഗുരുവായൂർ പ്രതിഷ്ഠിച്ചത് എന്നും ബാക്കിയുള്ള വിഗ്രഹങ്ങളാണ് ഈ 4 എന്നും പറയപ്പെടുന്നു. അതിന് വേറൊരു കഥ കൂടി പറയുന്നു അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട്. ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടുപോയി. അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായ വാക്കയിൽ കൈമള ഏൽപ്പിച്ചു. ഒരു ജ്യോത്സ്യൻ കൂടിയായിരുന്ന കൈമൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ ദശരഥ പുത്രന്മാരുടെ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് 4 പ്രാവുകളെ സൃഷ്ടിച്ചു. അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഉത്തരവായി. ശ്രീരാമ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാനദിയുടെ തൃപ്രയാർ പുഴ തീരത്താണ്. ഭരത വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് കുലീബനി തീർത്ഥക്കരയിലെ കൂടൽമാണിക്യത്തും, ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്ന് വന്ന പ്രാവ് ചാലക്കുടി പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്നും വന്ന പ്രാവ് കൂടൽമാണിക്യത്തിനടുത്ത് പായമ്മലും ചെന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം തുടർന്ന് 4 മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. രാമായണ മാസമായ കർക്കിടത്തിൽ ഉച്ചപൂജയ്ക്ക് മുന്നേ ഈ ക്ഷേത്രങ്ങളിലെത്തി തൊഴുതു വരുന്നത് ഏറ്റവും മഹാപുണ്യമാണെന്ന് വിശ്വസിച്ചു വരുന്നു എന്നുള്ളൊരു ഐതിഹ്യവും കൂടിയുണ്ട്. അതുപോലെ തൃപ്രയാറിലെ വേറൊരു ഐതിഹ്യം പറയുന്നത് വെടിവഴിപാടിനെ പറ്റിയിട്ടാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടിവഴിപാടിൻ്റെ പ്രാധാന്യം, ആ പ്രതിഷ്ഠയ്ക്കുള്ള ശക്തിയും കൂടി കാണിക്കുന്ന ഒരു ഐതിഹ്യം. അതായത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടകാലത്ത് തൃപ്രയാർ ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ അതിഘോരമായ വെടിശബ്ദം കേട്ടു. അപ്പോൾ സമീപവാസികളോട് ചോദിച്ചപ്പോൾ അത് ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിക്ക് വയ്ക്കുന്ന വെടിയാണെന്ന് പറഞ്ഞു. തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിൻ്റെ ഭാഗമായി സുൽത്താൻ പൊട്ടിക്കാൻ വെച്ചിരുന്ന കതിനകളെല്ലാം കൊണ്ടുപോയി പുഴയിലെറിഞ്ഞു. എന്നിട്ട് തേവർക്ക് ശക്തിയുണ്ടെങ്കിൽ കതിനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉടനെ കതിനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും ജാള്യതയേറ്റ സുൽത്താൻ ഉടനെ സ്ഥലം വിടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തൃപ്രയാറിലെ ഏറ്റവും പ്രധാന വഴിപാടായിട്ട് മീനൂട്ട് നടത്തുന്നുണ്ട്. നമുക്ക് ചെയ്യാം. അവിടെ കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് മീനുകൾക്ക് തീറ്റ നൽകാൻ കഴിയുന്നതാണ്. അടുത്തതായിട്ടുള്ളത് കൂടൽമാണിക്യം ക്ഷേത്രമാണ്. ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തുള്ള കൂടൽമാണിക്യം ക്ഷേത്രം സംഗമേശ്വരൻ ക്ഷേത്രം എന്നാണ് പറയുക. അതായത് ഭരതനാണ്, ശ്രീരാമചന്ദ്രൻ്റെ അനിയനായ ഭരതനാണ് അവിടെ ഉള്ളത്. ഏകദേശം അപൂർവമായുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ്. ഭരതനുള്ള വളരെ കുറച്ച് ക്ഷേത്രങ്ങളേ ഉള്ളൂ. അവിടെയും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെയാണ്. ശംഖ്, ചക്രം, കോദണ്ഡവും അഭയമുദ്രയുമാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ്. ഉപദേവതകളില്ല, അതാണ് കാര്യമായിട്ടുള്ളത്. മേടമാസത്തിലെ ഉത്രം നാളിൽ കൊടി കയറും. തിരുവോണം നാളിൽ ആറാട്ട് ഓട് അവസാനിക്കും എന്നുള്ള കാര്യമാണ്. അതുപോലെ തുലാമാസത്തിലെ തിരുവോണം നാളിലെ തൃപ്പുത്തരിയാണ് ഏറ്റവും പ്രധാന ഉത്സവങ്ങളാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട ഗ്രാമം എന്നും പ്രകൃതിക്ഷോഭത്തിൽ പെട്ട കേന്ദ്രമായിരുന്നു. ആ കാലഘട്ടത്തിൽ കുലീബനി എന്ന മഹർഷി കുറെ കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ച് മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് ഒരു വിശ്വാസം. അന്നുപയോഗിച്ച ഹോമകുണ്ഡങ്ങളിൽ ഒന്നാണ് കുലീബനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നത് എന്ന് വിശ്വസിക്കുന്നു. 1996 തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിന് ഇടയിൽ കിട്ടിയ ഹോമകുണ്ടത്തിൻ്റെ അവശിഷ്ടം ഇതിൻ്റെ തെളിവായിട്ട് കാണാറുണ്ട്. ദിവ്യ നദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിലുണ്ട് എന്നാണ് വിശ്വാസം. യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമായി മഹർഷി വരമായി ആവശ്യപ്പെട്ടത്. മഹർഷിയുടെ അപേക്ഷ പ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യ സാന്നിധ്യം ചെയ്തു കൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ്.
ഗംഗ, യമുന, സരസ്വതി എന്ന പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീബനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു എന്നാണ്. ഇപ്പം അതിന് ശേഷമാണ് കൂടൽമാണിക്യം ക്ഷേത്രം ഉണ്ടായത് എന്ന് പറയുന്നു. ചരിത്രരേഖകൾ കാര്യമായിട്ടില്ല, കാരണം 2 പ്രാവശ്യം അതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ശക്തൻ നമ്പുരാൻ്റെ കാലത്താണ് എഴുതി സൂക്ഷിച്ചവയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആദ്യം ജൈന സങ്കേതമായിരുന്നു. കുറേ കാലം ഈ ക്ഷേത്രം ജൈന മതാരാധനാലയമായിരുന്നു. തീർത്ഥങ്കരനായ ഭരതേശ്വരൻ്റെ പേരിലുള്ള ആരാധനാലയമായിട്ട് ഈ ക്ഷേത്രത്തെ ചരിത്രകാരന്മാരൊക്കെ കാണുന്നുണ്ട്. പിന്നെ ജൈനമതങ്ങളൊക്കെ ഹൈന്ദവ ആരാധനാലയങ്ങളായി തീർന്നു, അങ്ങനെയാണെന്നും പറയണു. എന്തായാലും വൈഷ്ണവ വിശ്വാസത്തിൻ്റെ ചിന്താധാരകളാണ് ഇവിടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഭരതേശ്വരൻ്റെ സ്ഥാനത്ത് രാമായണത്തിലെ ഭരതനെ അവരോധിച്ചിട്ടുള്ളതെന്ന് പറയണു. പലരും പല വാദങ്ങളുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലൊക്കെ ഉപദേവതകൾ ഉണ്ടാവും. പക്ഷേ ഭരതൻ്റെ ക്ഷേത്രത്തിൽ മാത്രം, കൂടൽമാണിക്യത്തിൽ മാത്രം ഉപദേവതകൾക്ക് പ്രാധാന്യമില്ല. അവിടെ ആകെ സംഗമേശ്വരന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. വാതിൽമാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഒന്നുമില്ല. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലുള്ള പോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെ ഇല്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ മാത്രമാണ് നടത്തുന്നത്. എതിരേറ്റ് പൂജയും പന്തീരടിയും ഇല്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ. ശ്രീഭൂതബലി മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തെച്ചിയും തുളസി ക്ഷേത്രത്തിൽ വളരില്ല. ക്ഷേത്രത്തിലെ തീർത്ഥങ്ങൾ, അതൊരു പ്രധാന കേട്ടോ, ക്ഷേത്രത്തിലെ തീർത്ഥങ്ങൾ മത്സ്യങ്ങൾ ഒഴികെ മറ്റ് ജലജന്തുക്കൾ സാധാരണമല്ല. പൂജയ്ക്കായി ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ ഉപയോഗിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രത്യേക കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിനും തുളസിയെ ഉപയോഗിക്കാറുണ്ട് മഹാവിഷ്ണുവിന്. പക്ഷെ ഇവിടെ മാത്രം തുളസിയെ ഉപയോഗിക്കുമെങ്കിലും തുളസിയെ കൊണ്ട് അവിടെ വളരാൻ പാടില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ തനിക്ക് മാത്രമാണ് എല്ലാവരുടെയും ആരാധന കിട്ടേണ്ടത്, മറ്റൊരാൾക്കത് പോവരുത് എന്നുള്ളൊരു ഷാഢ്യം ആ മഹാവിഷ്ണു ഇതിലിരിക്കുന്ന ഭരതസ്വാമിക്കുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഉപദേവതകൾക്കൊന്നും അവിടെ ഒരു എന്താ പറയുക പൂജയും ചെയ്യണ്ട എന്ന് പറയുന്നത്. എല്ലാം തനിക്ക് മാത്രം എന്നുള്ളൊരു ചെറിയ ഒരു എന്താ പറയുക ഒരു കുരുട്ടോ പോരൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ട്. പിന്നെ അവിടെ ഉള്ള കാര്യം എന്താ വെച്ചാൽ ഉദരരോഗത്തിന് വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് അവിടെ പ്രത്യേകതയാണ്. ശ്വാസസംബന്ധമായ രോഗത്തിന് നിവാരണത്തിനായിട്ട് ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട് നടത്തും. പുത്തരി നിവേദ്യത്തിൻ്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ 1 വർഷത്തേക്ക് രോഗം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അവ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രം തന്നെയാണ്. നാലമ്പല ദർശനത്തിലെ 2ാമത്തെ ക്ഷേത്രമാണ്. ഇനി 3ാമത്തെ ക്ഷേത്രമാണ് നമ്മൾ പോകാൻ പോകുന്നത്. 3ാമത്തെ ക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മൂഴിക്കുളം ദേശത്താണ്. ചാലക്കുടി പുഴയുടെ തീരത്ത് തന്നെയാണ്. വളരെ ചരിത്ര പ്രസിദ്ധം തന്നെയാണ്. അവിടെയും ചതുർബാഹുവാണ്. ശംഖ്, ചക്ര, ഗദാപത്മധാരിയായിട്ടാണ് മഹാവിഷ്ണുവിൻ്റെ. 13 ക്ഷേത്രങ്ങൾ, 108 ദിവ്യദേശങ്ങളിലുള്ള 13 ക്ഷേത്രങ്ങൾ മലയാള നാട്ടിലാണ്. അതിൽ ഒരു തിരുപ്പതിയാണ് തിരുമൂഴിക്കുളം എന്നാണ് പറയുന്നത്. ഈ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ്. ലക്ഷ്മണസ്വാമിയുടെ പൂർണ്ണകായ ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടെ. ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ, ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ നിയമവ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന മൂഴിക്കുളം കച്ചവും പുരാതന മലയാളത്തിലെ വേദപാഠശാലയായ മൂഴിക്കുളം ശാലയൊക്കെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഗണപതി, ദക്ഷിണാമൂർത്തി, ശ്രീരാമൻ, സീത, ഹനുമാൻ, ശാസ്താവ്, ദുർഗാദേവി, ശ്രീകൃഷ്ണൻ എന്നിവയൊക്കെ ഉപദേവതകളായിട്ടുണ്ട്.
മേടമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടായി നടത്തുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. പിന്നെ ആണ്ടുവിശേഷം, രാമായണ മാസം ആചരണം, അങ്ങനെയൊക്കെയുള്ള മണ്ഡലകാലം അതൊക്കെ ഉണ്ട്. ഇതിലൊരു കാര്യം, തമിഴ് വിശ്വാസം അനുസരിച്ച് വനവാസക്കാലത്ത് ചതുരംഗ പടയോട് കൂടിയിട്ട് ഭരതൻ ശ്രീരാമനെ കാണാൻ വന്നപ്പോൾ തങ്ങളെ വധിച്ച് അയോധ്യ കൈക്കലാക്കാനായിട്ടാണ് വന്നതെന്ന സംശയത്തോടെ യുദ്ധസന്നദ്ധനായ ലക്ഷ്മണനെ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് അയോധ്യയിൽ വന്ന് രാജ്യഭാരമേൽക്കണേ എന്ന ഭരതന്റെ അപേക്ഷ പശ്ചാത്തലമായി. അപ്പോൾ പാപശാന്തിക്കായിട്ട് പുറയാറിന്റെ തീരത്ത്, ചാലക്കുടിയാറ്, ഹരിത മഹർഷി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലത്ത് തപസ് അനുഷ്ഠിക്കുകയും വിഷ്ണു സങ്കല്പത്തിൽ ഗോപുരം, മണ്ഡപം, ചുറ്റമ്പലം എന്നിവയോടുകൂടി ക്ഷേത്രം പണിയുകയും ചെയ്തു. ലക്ഷ്മണനാൽ നിർമ്മിതമായ ക്ഷേത്രം ലക്ഷ്മണ ക്ഷേത്രമായി തീർന്നു എന്നാണ് ഒരു വിശ്വാസം. അവിടെ നിബിഡ വനമായിരുന്നു. ആ ഹരിത മഹർഷിയാണ് ഇവിടെ തപസ് ചെയ്ത പ്രദേശത്തെ അനുഗ്രഹമുള്ള ആക്കി തീർത്തതെന്നാണ്. അവിടെയും മഹാവിഷ്ണു മഹർഷിക്ക് വേണ്ടി ദർശനം നൽകി. കലിയുഗത്തിലെ ആത്മശാന്തിക്ക് വേണ്ടി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപത്തിൽ ഉപദേശിച്ചരുളുകയും ചെയ്തു. മഹർഷിക്ക് ഉപദേശം ലഭിച്ചത് ഇവിടെ വെച്ചായിരുന്നു. തിരുമൊഴിയുണ്ടായ കളം തിരുമൂഴിക്കുളം കാലക്രമേണത്തിൽ തിരുമൂഴിക്കുളമായി മാറിയതാണ്. മൊഴിക്ക് വേദം എന്ന കളത്തിൽ സ്ഥലം എന്ന അർത്ഥവും കൽപ്പിക്കുമ്പോൾ ഈ പേരിന് കൂടുതൽ യുക്തി തോന്നും. ക്ഷേത്രത്തിലെ ദർശനത്തിന് ഒരു പ്രത്യേക ക്രമമുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്ന് ലക്ഷ്മണസ്വാമിയെ വണങ്ങി ഗണപതി, ദക്ഷിണാമൂർത്തി, മറ്റ് ദേവതകൾ എന്നിവരെ തൊഴുത് വീണ്ടും ലക്ഷ്മണസ്വാമിയെ വന്ന് വണങ്ങണം. പ്രദക്ഷിണമായി വന്ന ശാസ്താവിനെയും ഭഗവതിയെയും തൊഴണം. പിന്നീട് ഗോശാലകൃഷ്ണനെ വന്ദിക്കുക. എന്നിട്ട് കിഴക്കേ നടയിലെത്തി വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങുക. പൂജാതി കർമ്മങ്ങൾക്ക് ജലം സംഭരിക്കുവാൻ ക്ഷേത്രത്തിനകത്തു തന്നെ ഒരു കിണറുണ്ട്. പതിവായി എതിർത്ത പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകളും അനുബന്ധമായി 3 ശ്രീബലികളുമുണ്ട്. 4 മണിക്ക് നട തുറക്കും, പള്ളി ഉണർത്തൽ, 5-ന് നിർമാല്യം, അഭിഷേകം, 7:30 എതിരേറ്റ് പൂജ, ശിവേലി, 10:30 ഉച്ചപൂജ, 11-ന് നടയടപ്പ്, വൈകിട്ട് 5 മണിക്ക് നടയടപ്പ്, 6:30 ദീപാരാധന, 7:30 അത്താഴപൂജ, 8 മണിക്ക് നടയടപ്പ്. അതാണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്കമാലിയാണ്, 10 കിലോമീറ്റർ അകലെ. ആലുവ മാള 16 കിലോമീറ്റർ അകലെ. പിന്നെ കൊച്ചി വിമാനത്താവളം, അതല്ലെങ്കിൽ ബസ്സുകളിൽ വരാമെന്നാണ്. അടുത്ത 4ാമത്തെ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തന്നെ പായമ്മൽ എന്ന സ്ഥലത്താണ് ഈ ശത്രുഘ്ന ക്ഷേത്രം ഉള്ളത്. ഇരിങ്ങാലക്കുട മതിലകം വഴിയിലുള്ള അരീപ്പാലം എന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് പായമ്മൽ. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന ഏറ്റവും വലിപ്പം കുറഞ്ഞ ചതുർബാഹുവായ വിഗ്രഹമാണ്. ശ്രീരാമന്റെ പാദകമലം ഹൃദയത്തിൽ വെച്ച് സൂക്ഷിച്ച് പാദുക പൂജ ചെയ്യുന്ന ഭരതന്റെ നിഴലായി മാത്രമേ ശത്രുഘ്നന് കഴിഞ്ഞിട്ടുള്ളൂ. അവസരം ലഭിച്ചാൽ മഹത് കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്. ലവണാസുരന്റെ ആക്രമത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചത് ശത്രുഘ്നനായിരുന്നു. മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നർത്ഥം. ചതുരാകൃതിയിലുള്ള കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലാണ് ശത്രുഘ്നന്റെ വിഗ്രഹം സ്ഥാപിച്ചിരുന്നത്. ശ്രീകോവിലിൽ ശത്രുഘ്നമൂർത്തി മാത്രമേ ഉള്ളൂ. ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറായിട്ട് കിഴക്കോട്ട് ദർശനമായി ഗണപതി ഉണ്ട്. മുഖമണ്ഡപത്തിൽ ഹനുമ സാന്നിധ്യമുണ്ട്. പണ്ട് ഇവിടെ സ്ഥാപിച്ചിരുന്ന പഞ്ചലോഹ വിഗ്രഹം കണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഈ വിഗ്രഹം ക്ഷേത്ര സമുച്ചയത്തിന് പിന്നിലുള്ള കുളത്തിലുണ്ടെന്നാണ് വിശ്വാസം. ഇന്ന് സ്ഥാപിച്ചിരിക്കുന്ന കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹവും ഒരു പ്രത്യേക ദൈവിക ചൈതന്യം തുളുമ്പുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നു എന്നുകൂടി പറയുന്നു. പായമ്മൽ ക്ഷേത്രത്തിൽ 3 പൂജയാണുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ വഴിപാട് സുദർശന പുഷ്പാഞ്ജലിയാണ്. ശത്രുദോഷത്തിന് വേണ്ടിയിട്ടും ശ്രേയസ്സിനും ശാന്തിക്കും വേണ്ടിയിട്ടാണ് ഈ പുഷ്പാഞ്ജലി എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ കാര്യം എന്താ വെച്ചാൽ ചതുർബാഹു ആണെങ്കിലും കിഴക്കോട്ട് ദർശനമാണ്.
രണ്ട് കൈയിൽ ശംഖുചക്രങ്ങളും, പുറകിലെ വലത് കൈയിൽ വില്ലും, മുന്നിലെ വലത് കൈയിൽ അക്ഷമാലയാണ്. അക്ഷമാലയാണ് പിടിച്ചു നിൽക്കുന്ന ശ്രീരാമനാണ്. ത്രിമൂർത്തി ചൈതന്യത്തോടെ കുടികൊള്ളുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. വളരെ പ്രധാനം ആഞ്ജനേയൻ്റെ ആ ഒരു വലിയ വിഗ്രഹമാണ് അവിടെ ഉള്ളത്. നാലമ്പലങ്ങൾ അനവധിയാണ്. എറണാകുളം ജില്ലയിൽ മാത്രമായിട്ട് വേറെ ഒന്നുണ്ട്. തിരുമറയൂര് ശ്രീരാമസ്വാമി ക്ഷേത്രം, അത് മാമലശ്ശേരി. പിന്നെ ഉള്ളത് ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം, മൈമൂറി, പിന്നെ മുളക്കുളം രത്നസ്വാമി ലക്ഷ്മണസ്വാമി ക്ഷേത്രം, നെടുങ്ങാട് ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. പിന്നെ വരുന്നത് കോട്ടയത്താണെങ്കിൽ രാമപുരം ശ്രീരാമ ക്ഷേത്രം, പിന്നെ കൂടപ്പുലം ലക്ഷ്മണ ക്ഷേത്രം, അമനകര ഭരതക്ഷേത്രം, മേതിരി ശത്രുഘ്ന ക്ഷേത്രം. അതുപോലെ മലപ്പുറം ജില്ലയിലുള്ളത് പെരിന്തൽമണ്ണ താലൂക്കിലെ പുഴക്കാട്ടിരി പഞ്ചായത്തിൽ പെരിന്തൽമണ്ണ മലപ്പുറം പാതയിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രങ്ങൾ തന്നെയാണ് രാമപുരം ശ്രീരാമ ക്ഷേത്രം. മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന നാഷണൽ ഹൈവേ 213 9 കിലോമീറ്റർ മാറിയാണ് രാമപുരം. അവിടെയാണ് പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉള്ളത്. ആനല്ലൂർ തെക്കേടത്ത് മനയുടെ ഊരായ്മയുടെ ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. പിന്നെ രണ്ടാമത്തത് അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. രാമപുരത്തുനിന്ന് 1 കിലോമീറ്റർ വടക്ക് മാറി റോഡരികിലാണ് അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ഇപ്പോൾ നാട്ടുകാരുടെ ഉത്സാഹത്തിൽ ആ ക്ഷേത്രം പുനരുദ്ധരിക്ക് വരുന്നു. പിന്നെ കരിഞ്ചാപ്പാടി ഭരതക്ഷേത്രമാണ്. അത് രാമപുരത്തു നിന്നും മലപ്പുറം ദിശയിൽ പോകുന്ന നാറാണത്ത് എന്ന സ്ഥലത്തു നിന്നും ഇടത്തോട്ട് 5 കിലോമീറ്റർ പോയ കരിഞ്ചാപ്പാടി ഭരതസ്വാമി ക്ഷേത്രത്തിലെത്താം. ശോചനീയാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഇപ്പോൾ നാലമ്പല ദർശനത്തിൻ്റെ പച്ചപ്പിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രമാണ്. അതും മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ നാറാണത്ത എന്ന കവലയിൽ പുഴയുടെ വക്കിലായിട്ട് പുരാതനമായ നാരായണത്ത ശത്രുഘ്ന ക്ഷേത്രം നിലകൊള്ളുന്നു. ക്ഷേത്രത്തിൻ്റെ ഘടനയിൽ നിന്ന് തന്നെ ഭയങ്കര പഴക്കം തോന്നിക്കും. മീനൂട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പന്തീരുകുലത്തിലെ യോഗിവര്യനായ നാരായണത്ത് ഭ്രാന്തനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ തരം ആളുകളൊക്കെയാണ് ഉള്ളത്. ഇത്രയും ക്ഷേത്രങ്ങളാണ് മറ്റ് പല സ്ഥലത്തുള്ളത്. ആദ്യം പറഞ്ഞ 4 ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും പോകുന്നത്. അപ്പോൾ കർക്കിടക മാസമാണ് വരുന്നത്, രാമായണ മാസമാണ്. എല്ലാവരും നാലമ്പല ദർശനം നടത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ, മഹാവിഷ്ണുവിൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.